Fourth question. A company has two grades of inspectors, 1 and 2. The members of which are to be assigned for a quality control inspection. It is required that at least 2000 pieces be inspected per 8-hour day. അപ്പോൾ രണ്ട് തരം ഗ്രേഡ്സ് ഉണ്ട്. ഗ്രേഡ് 1ഉം ഗ്രേഡ് 2 രണ്ട് തരം ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. അവരെ ക്വാളിറ്റി കൺട്രോളിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുവാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2000 പീസസ് ബി ഇൻസ്പെക്ടഡ് പെർ 8-hour ഡേ. ഒരു ദിവസം 2000 പീസസ് എങ്കിലും ഇൻസ്പെക്ട് ചെയ്യണം എന്നുള്ളത് ഒരു കൺസ്ട്രെയിൻ ആണ്. അപ്പം ഒരു ദിവസം മിനിമം 2000 പീസസ് 8-hour ഡേയിൽ നമ്മൾ ഇൻസ്പെക്ട് ചെയ്തിരിക്കണം. ഗ്രേഡ് 1 ഇൻസ്പെക്ടേഴ്സ് ക്യാൻ ചെക്ക് പീസസ് അറ്റ് ദ റേറ്റ് ഓഫ്. അപ്പൊ ഗ്രേഡ് 1ന്റെ റേറ്റ് 40 പെർ അവർ ആണ്. 40 പെർ അവർ അവർക്ക് 97% അക്യുറസിയിൽ അവർ 40 പെർ അവർ ചെയ്യും. അവരുടെ അക്യുറസി റേറ്റ് എന്ന് പറയുന്നത് 0.97 ആണ്. അക്യുറസി റേറ്റ് 97% എന്ന് പറയുന്നത് 0.97. ഗ്രേഡ് 2 ഇൻസ്പെക്ടർ ആണ് എങ്കിൽ അവർ 30 പീസസ് പെർ അവർ ചെക്ക് ചെയ്യും വിത്ത് ആൻ അക്യുറസി ഓഫ് 0.95. അപ്പൊ ഇവർക്ക് എറർ വരാനുള്ള ചാൻസ് 0.03യും ഇവിടെ എറർ വരാനുള്ള ചാൻസ് 0.05 ആണ്. ഇനി വേജസ് ഒരു ഗ്രേഡ് 1നാണ് എങ്കിൽ 5ഉം ഗ്രേഡ് 2വിനാണെങ്കിൽ 4 പെർ അവർ ആണ്. ഇനി എറർ കോസ്റ്റ് എയുടെ കോസ്റ്റ് എറർ കോസ്റ്റ് ഗ്രേഡ് 1ന്റെ എറർ കോസ്റ്റ് 3യും എറർ കോസ്റ്റ് രണ്ട് പേരുടേതും 3 പെർ പീസ്. എറർ കോസ്റ്റ് 3 ടു ദ കമ്പനി. There are only 9 grade 1 inspector and 11 grade 2 inspector. ഇത് 9ഉം ഇത് 11ഉം ആണുള്ളത്. The company wishes to assign work to the available inspector so as to minimize the total cost of inspection. Inspection cost minimize ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. Minimize the inspection cost. അപ്പൊ ആദ്യത്തെ ആളുടെ കോസ്റ്റ് 5ഉം ഇവിടുത്തെ ആളുടെ കോസ്റ്റ് 4ഉം. അപ്പൊ ഇതിനെ നമുക്ക് മിനിമൈസ്. ഇപ്പൊ നമ്മൾ X1 ഇൻസ്പെക്ടേഴ്സ് ഗ്രേഡ് 1ഉം X2 ഇൻസ്പെക്ടേഴ്സ് ഗ്രേഡ് 2 ആയിട്ട് എടുത്താൽ 5x1 പ്ലസ് 4x2 ഇതിനെ നമുക്ക് ആ ഒരു ഇൻസ്പെക്ഷൻ കോസ്റ്റ് തന്നെ അത്രയും വരും. പിന്നെ നമുക്ക് എറർ കോസ്റ്റ് ഉണ്ട്. അപ്പം ഇതിന്റെ കോസ്റ്റ് കൂടാതെ എറർ കോസ്റ്റ് 3 ഉണ്ട്. ഇതിന്റെ എറർ കോസ്റ്റ് 3 ഉണ്ട്. അപ്പം ഇതിന്റെ ഒരു യൂണിറ്റിന്റെ എറർ കോസ്റ്റ് എന്ന് പറയുന്നത് 0.03 ആണ് എറർ ആവാനുള്ള ചാൻസ്. അപ്പൊ എറർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 0.03 ഇൻറ്റു എത്ര പീസസ് ഒരു അവർ ചെയ്യുന്നു അത് അത്ര നോക്കിയിട്ട് വേണം അത് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ നമുക്ക് ആദ്യം ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ തന്നിരിക്കുന്ന ഡേറ്റയെ നമ്മൾ ഒന്ന് സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ ഇൻസ്പെക്ടർ ഇത് ഗ്രേഡ് 1 ഗ്രേഡ് 2. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം നമ്പർ ഓഫ് ഇൻസ്പെക്ടേഴ്സ് തന്നിരിക്കുന്നത് 9 ഗ്രേഡ് 1 ഇൻസ്പെക്ടർ ആൻഡ് 11 ഗ്രേഡ് 2 ഇൻസ്പെക്ടർ. ഇനി റേറ്റ് ഓഫ് ചെക്കിങ് തന്നേക്കുന്നത് ഗ്രേഡ് 1 ഇൻസ്പെക്ടർ 40 പെർ അവർ മറ്റേത് 30 പീസസ് പെർ അവർ. റേറ്റ് ഓഫ് അക്യുറസി എഴുതി, റേറ്റ് ഓഫ് ചെക്കിങ് എഴുതി. ഇനി റേറ്റ് ഓഫ് അക്യുറസി അത് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ അത് 0.97ഉം 0.95. അപ്പോൾ റേറ്റ് ഓഫ് ഇൻഅക്യുറസി 1 മൈനസ് 0.97 0.03. ഇത് 1 മൈനസ് 0.95 0.05. ഇതാണ് റേറ്റ് ഓഫ് ഇൻഅക്യുറസി എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ഇൻഅക്യുറസി എന്ന് പറയുന്നത് റുപ്പീസ് 3 പെർ പീസ്. ഇത് റുപ്പീസ് 3 പെർ പീസ്. രണ്ടും റുപ്പീസ് 3 പെർ പീസ് ആണ് കോസ്റ്റ് ഓഫ് ഇൻഅക്യുറസി. ഇനി വേജ് അല്ലെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2 പേർക്കും. ആദ്യത്തെ ആൾക്ക് റുപ്പീസ് 5 പെർ അവർ, ഇത് റുപ്പീസ് 4 പെർ അവർ. പിന്നെ തന്നേക്കുന്ന ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പെക്ഷൻ മാക്സിമം 8 ആണ്. അത് ഒരുമിച്ചാണ്. ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പെക്ഷൻ
8 hours per day. Total pieces to be inspected. എങ്കിലും ഇൻസ്പെക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റയെ നമ്മൾ ഇങ്ങനെ എഴുതി. നമ്പർ ഓഫ് ഇൻസ്പെക്ടേഴ്സ് 9 ഉം 11 ആണ്. റേറ്റ് ഓഫ് ചെക്കിങ് ആദ്യത്തെ ആൾ 40 പീസസ് പെർ അവറും രണ്ടാമത്തെ ആളാണെങ്കിൽ 30 പീസസ് പെർ അവറും ചെക്ക് ചെയ്യും. റേറ്റ് ഓഫ് അക്യുറസി 97%, 95%. അപ്പോൾ റേറ്റ് ഓഫ് ഇൻഅക്യുറസി എന്ന് പറയുന്നത് 1 - 0.97 ഉം 1 - 0.95. ഇനി കോസ്റ്റ് ഓഫ് ഇൻഅക്യുറസി ആദ്യത്തെ ആളുടെ ഇൻഅക്യുറസി വെച്ചിട്ട് ₹3. രണ്ടുപേരുടെ ഇൻഅക്യുറസി കോസ്റ്റ് ₹3 പെർ പീസ് ആണ്. ഇനി വേജ് റേറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ആൾക്ക് ₹5 മറ്റേ ആൾക്ക് ₹4 ആണ്. ഇനി നമ്മൾ നമ്പർ ഓഫ് ഗ്രേഡ് 1 ഇൻസ്പെക്ടറും നമ്പർ ഓഫ് ഗ്രേഡ് 2 ഇൻസ്പെക്ടറുമാണ് ഇവിടുത്തെ വേരിയബിൾ. അത് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യണം. ലെറ്റ് x1 and x2 be the number of grade 1 and grade 2 inspectors assigned for inspection. അപ്പം x1 ആണ് നമ്പർ ഓഫ് ഗ്രേഡ് 1 ഇൻസ്പെക്ടർ, x2 ആണ് നമ്പർ ഓഫ് ഗ്രേഡ് 2 ഇൻസ്പെക്ടർ. ഇനി ആ കോസ്റ്റ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം. ഇൻസ്പെക്ടർ ഗ്രേഡ് 1 ഇൻസ്പെക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഗ്രേഡ് 1 ഇൻസ്പെക്ടറിന്റെ ഒരു അവറിൽ ₹5 അയാൾക്ക് ചാർജ് ഉണ്ട്. പിന്നെ ഇൻഅക്യുറസി വെച്ചിട്ട് ₹3. ഇൻഅക്യുറസി റേറ്റ് 0.03. ഗ്രേഡ് 1-നാണെങ്കിൽ 0.03. അതിന്റെ ഒരു പീസിന്റെ റേറ്റ് ഓഫ് ചെക്കിങ് 40. അപ്പോൾ റേറ്റ് ഓഫ് ചെക്കിങ് 40. അവിടെ തെറ്റ് വരാനുള്ള സാധ്യത 0.03. തെറ്റിന്റെ ഉള്ള വില 3. അപ്പം ഇതാണ് ആദ്യത്തെ ആളുടെ റേറ്റ് വരുന്നത്. ഗ്രേഡ് 1 ഇൻസ്പെക്ടറുടെ കോസ്റ്റ്, ഗ്രേഡ് 1 ഇൻസ്പെക്ടറുടെ അവർലി കോസ്റ്റ് ആണ്. ഗ്രേഡ് 1 ഇൻസ്പെക്ടർ കോസ്റ്റ് ഫോർ 1 അവർ. കാരണം അയാളുടെ വേജ് റേറ്റ് ₹5 പെർ അവർ ആണ്. ഒരു മണിക്കൂറിൽ അയാൾ 40 പീസ് ചെക്ക് ചെയ്യും. 40 പീസ് ചെക്ക് ചെയ്യുമ്പം 0.03 പീസസ് അതായത് 3% തെറ്റാവാൻ സാധ്യത. അപ്പോൾ 40 × 0.03 തെറ്റുണ്ട്. ഒരു തെറ്റിന്റെ വില 3 ആണ്. അപ്പം 3 × 0.03 × 40. അപ്പോൾ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5 പ്ലസ് നമുക്ക് 0.09 × 4 വരും 3.6. അപ്പം ₹8.6 വരും. ₹8.6. ഗ്രേഡ് 2 ഇൻസ്പെക്ടർ. ഇവിടെ നമുക്ക് ഇൻസ്പെക്ടറുടെ ചാർജ് ഡയറക്റ്റ് ആയിട്ടില്ല, കണ്ടുപിടിക്കണം. ഇൻസ്പെക്ടർ കോസ്റ്റ് ഫോർ 1 അവർ. ഒരു അവറിന് വേണ്ടി ഗ്രേഡ് 2 ഇൻസ്പെക്ടറിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഗ്രേഡ് 2 ഇൻസ്പെക്ടറിന്റെ ഒരു അവറിൽ ₹4 പ്ലസ് അയാളുടെ തെറ്റ് വന്നാൽ ₹3. തെറ്റ് വരാനുള്ള സാധ്യത 0.05. ഒരു മണിക്കൂറിൽ 30 പീസ് ചെക്ക് ചെയ്യും. അപ്പം 30 × 0.05 ആണ് ഒരു മണിക്കൂറിൽ തെറ്റ് വരുന്ന പീസുകളുടെ എണ്ണം. ഒരു തെറ്റിനും ₹3. അപ്പം 3 × 0.05 × 30. അപ്പം 4 പ്ലസ് 5 × 45 4.5 ₹8.5 വരും. അപ്പം ഗ്രേഡ് 1 ഇൻസ്പെക്ടറിന്റെ ഒരു അവറിലെ കോസ്റ്റ് 8.6 ഗ്രേഡ് 2 ഇൻസ്പെക്ടറിന്റെ ഒരു അവറിലെ കോസ്റ്റ് 8.5 ആണ്. അപ്പം നമുക്ക് ഇത് മിനിമൈസ് ചെയ്യണം. ഈ കോസ്റ്റ് നമുക്ക് മിനിമൈസ് ചെയ്യണം. ടോട്ടൽ എത്ര അവറാണ് പണിയുന്നത്? ഇൻസ്പെക്റ്റഡ് പെർ അവർ എന്ന് പറയാം 8 അവർ ആണ് ഒരു ഡേയിൽ ഇൻസ്പെക്ട് ചെയ്യുന്നത്. ഇൻസ്പെക്ഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യുവാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം മിനിമൈസ് ഡെയിലി ഇൻസ്പെക്ഷൻ കോസ്റ്റ്. നമുക്ക് മിനിമൈസ് ചെയ്യേണ്ട ഡെയിലി ഇൻസ്പെക്ഷൻ കോസ്റ്റ് ആണ്. ഡെയിലി ഇൻസ്പെക്ഷൻ കോസ്റ്റ് നമുക്ക് ഇസഡ് എന്ന് വിളിക്കുവാണെങ്കിൽ അത് എത്ര വരും?
ഒരു മണിക്കൂറിലെ ഗ്രേഡ് 1 ഇൻസ്പെക്ടറിന് 8.6 റുപ്പീസ്. അങ്ങനെ എത്ര പേരുണ്ട്? x1 ഉണ്ട്. അപ്പോൾ 8.6 x1 ആണ് ഒരു മണിക്കൂറിൽ ഗ്രേഡ് 1 നമുക്ക് ടോട്ടൽ ഗ്രേഡ് 1 ഇൻസ്പെക്ടറുടെ ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ 8.6 x1 വരും. ഗ്രേഡ് 2 ഇൻസ്പെക്ടറിന്റെ ഒരു മണിക്കൂർ 8.5 x2 വരും. അങ്ങനെ 8 മണിക്കൂർ ഒരു ദിവസമുണ്ട്. അപ്പോൾ 8 into 8.6 x1 പ്ലസ് 8.5 x2 ഇതാണ് നമുക്ക് മിനിമൈസ്. ദാറ്റ് ഈസ് മിനിമൈസ് Z is equal to 8 into 8.6 ചെയ്യുമ്പം 68.80 x1 plus 68 x2. 8.5 into 8 ചെയ്യുമ്പം 68 x2 എന്ന് കിട്ടും. അപ്പം നമുക്ക് ഇതിനെയാണ് നമുക്ക് മിനിമൈസ് ചെയ്യേണ്ടത്. ഇനി തന്നിരിക്കുന്ന കണ്ടീഷൻസ് നോക്കാം. വി ഹാവ് ടു മിനിമൈസ് Z is equal to 68.8 x1 plus 68 x2. ഇനി കൺസ്ട്രെയിൻസ് നമ്മൾ നോക്കണം. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പീസസ് എന്ന് പറയുന്ന മിനിമം 2000 എങ്കിലും വേണം. ടോട്ടൽ പീസസ് വിച്ച് മസ്റ്റ് ബി ഇൻസ്പെക്ടഡ് എന്ന് പറയുന്നത് മിനിമം 2000. 2000 കൂടുതൽ ഇൻസ്പെക്ട് ചെയ്യാം. അപ്പം ഇറ്റ് ഈസ് റിക്വയർഡ് അറ്റ്ലീസ്റ്റ് 2000. ടോട്ടൽ പീസസ് വിച്ച് മസ്റ്റ് ബി ഇൻസ്പെക്ടഡ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 2000 എന്ന് തന്നിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 2000 ആണ് ഇൻസ്പെക്ട് ചെയ്യേണ്ടത്. അപ്പൊ മിനിമം 2000 എങ്കിലും ഇൻസ്പെക്ട് ചെയ്യണം. അപ്പൊ ആദ്യത്തെ ആള് ഇൻസ്പെക്ട് ചെയ്യുന്നതിന്റെ എണ്ണം എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചെക്കിങ് 40 പീസസ് പെർ അവർ ആണ്. അപ്പൊ അത് 8 hours ഉണ്ട്. ഒരു അവറിൽ 40 എണ്ണം. അപ്പൊ 8 into 40 ആണ് ആദ്യത്തെ ആള്. അതിന്റെ നമ്പർ ഓഫ് ആൾക്കാര് x1. അപ്പൊ 8 into 40 into x1 ആണ് ഗ്രേഡ് 1 ഇൻസ്പെക്ടർ ഒരു ദിവസം ചെക്ക് ചെയ്യുന്നത്. കാരണം ഗ്രേഡ് 1 ഇൻസ്പെക്ടറുടെ എണ്ണം x1 ആണ്. ഒരാള് ഒരു മണിക്കൂർ 40 എണ്ണം ചെക്ക് ചെയ്യും. അങ്ങനെ 8 മണിക്കൂറുണ്ട്. അപ്പൊ 8 into 40 ആണ് ഒരു ഗ്രേഡ് 1 ഇൻസ്പെക്ടർ ഇൻസ്പെക്ട് ചെയ്യുന്നത്. അത് x1 ആൾക്കാരുണ്ട്. അപ്പൊ 8 into 40 into x1 പ്ലസ് രണ്ടാമത്തെ ആൾക്കാര് 30 പെർ പീസ് 30 ആണ് ഒരാൾ ചെയ്യുന്നത്. അപ്പൊ 30 into x2 അതെന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2000 ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇത് നമ്മുടെ നമ്പർ ഓഫ് പീസസിന്റെ കൺസ്ട്രെയിൻ ആണ്. നമ്പർ ഓഫ് പീസസ് ഇൻസ്പെക്ടഡ് കൺസ്ട്രെയിൻ ആണ്. അപ്പൊ 8 into 40 എന്ന് പറയുമ്പം 320 x1 plus 8 3s are 240 x2 should be greater than or equal to 2000. ഇതാണ് ഒരു കൺസ്ട്രെയിൻ. ഇനി നമ്പർ ഓഫ് ഇൻസ്പെക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ഡേറ്റ എല്ലാം നമ്മൾ നോക്കണം. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11. x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11 ആയിരിക്കണം. ബാക്കി കൺസ്ട്രെയിൻസ് ഈ 40 ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്തു. ഇതിന് നമുക്കുള്ളത് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11. അപ്പൊ ഇത് രണ്ടും ഉള്ളൂ, വേറെ കൺസ്ട്രെയിൻസ് ഒന്നുമില്ല. പിന്നെ എന്താണ് x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? മിനിമൈസ് Z is equal to 68.80 x1 plus 68 x2 subject to the constraint. ഇവിടെ subject to the constraints എന്ന് വേണേ. subject to the constraints എന്താണ്? 320 x1 plus 240 x2 greater than or equal to 2000. x1 less than or equal to 9, x2 less than or equal to 11, x1 x2 greater than or equal to 0.